വിഴിഞ്ഞം ഓഹരി കൈമാറ്റമെന്ന വളരെ ഗുരുതരമായൊരു വിഷയം. അതിൽ മുഖ്യമന്ത്രി തന്നെ അതൃപ്തി അറിയിച്ചുകൊണ്ട് കത്തുവയച്ചതാണ്. അതിനെ ദേശാഭിമാനി വാർത്തയുമായി കൂട്ടിക്കുഴയ്ക്കുകയും പിന്നീട് അതൊരു വലിയ വിഷയമാക്കി മാറ്റുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലെ കൺസഷൻ കരാറിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന തരത്തിൽ മറ്റൊരു വ്യാഖ്യാനവുമായി എത്തുകയും ചെയ്തത്. എന്താണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെക്കുറിച്ചും കൺസഷൻ കരാറിനെ കുറിച്ചും പറഞ്ഞു, അതോടൊപ്പം തന്നെ ഹൈസ്പീഡ് റെയിലിലുള്ള മലക്കം മറിച്ചിലിനെ കുറിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത്? തീർച്ചയായും പല വിവാദ വിഷയങ്ങളിലും സ്വാഭാവികമായും ക്യാബിനറ്റ് ബ്രീഫിംഗിന് ശേഷം മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിവാദ വിഷയങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയോട് ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അതിൽ KSUവും പ്രത്യേകിച്ച് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പരസ്യമായി തന്നെ നിലപാട് അറിയിച്ചിരുന്നു. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കത്തിൽ പ്രത്യേകിച്ച് നിയമവകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രി VD സതീശനാണ്. അത് സംബന്ധിച്ച് വലിയ വിമർശനമാണ് ഉണ്ടായത്. അതിൽ പൂർണ്ണമായി KSUവിനെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ പ്ലീഡർമാരെ നിശ്ചയിക്കേണ്ടത് ഈ ലോ കോളേജിന്റെ KSU യൂണിറ്റ് കമ്മിറ്റിയല്ല, ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള പട്ടികയാണ്, അവർ നൽകാത്ത പേരാണ് സർക്കാർ പരിഗണിച്ചത് എന്ന തരത്തിലുള്ള മാധ്യമങ്ങളുടെ വാർത്തയുണ്ടായിരുന്നു. അത് ശരിയല്ല എന്ന കാര്യത്തിൽ അവർ ലെറ്റർ പേഡിൽ എഴുതി നൽകിയ രണ്ട് പേരുകാരും, ഈ പറയുന്ന വിവാദത്തിൽ പറയുന്ന രണ്ട് പേരുകാരും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പേരും പട്ടികയിലുമുള്ളവരാണ് എന്നതായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണം. പക്ഷേ അദ്ദേഹം തമസ്കരിക്കാൻ ശ്രമിച്ചത് KSUവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഔദ്യോഗികമായി വലിയ തരത്തിലുള്ള വിമർശനമുണ്ടായിരുന്നു. അത് പാടത്തള്ളിക്കൊണ്ട് സർക്കാരിന്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലീഡറെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ്, അത് KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റിയല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. മറ്റൊന്ന് അതിവേഗ റെയിൽവേ സംബന്ധിച്ചാണ്. അതിവേഗ റെയിൽവേ സംബന്ധിച്ച യാഥാർത്ഥ്യത്തിലേക്ക് സ്വാഭാവികമായും സർക്കാരിന് വരേണ്ടി വരുന്നു എന്ന കാര്യം അന്ന് കേരളയിൽ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ കേരളയിലിന്റെ കുറ്റിപ്പറിച്ച് എറിയുന്നതിന് വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ അതിവേഗ റെയിൽവേ പാത വേണം എന്ന കാര്യത്തിൽ സർക്കാരിന്റെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്. അത് സംബന്ധിച്ച് റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിൽ വന്നു. റിപ്പോർട്ട് പ്രാഥമികമായി മാത്രമുള്ള റിപ്പോർട്ടാണ്, ഇനിയും വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഈ റെയിൽവേ പദ്ധതി നടപ്പിലാക്കാനാകില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി പഠിക്കുന്നതിനും കൂടുതൽ പഠനങ്ങൾക്ക് ശേഷവും മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന് വിഴിഞ്ഞത്തെ സംബന്ധിച്ചാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിൽ വലിയ തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണമല്ല ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം ദേശാഭിമാനി വാർത്തയെ സംബന്ധിച്ച ചോദ്യത്തിനോട് ആ വാർത്തയെ സംബന്ധിച്ച വിവാദങ്ങളിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ച് സർക്കാർ സുതാര്യമായി പരിശോധിച്ച് മാത്രമേ അങ്ങനെ ഓഹരി കൈമാറ്റത്തിലേക്ക് കടക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ധൃതിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്ന് പറയാം. ഒപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് പല കാര്യങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങളെ സംബന്ധിച്ചും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്പം മുമ്പ് പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രതികരണം വീണ്ടും പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി കേൾപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ സംഘപരിവാർ നേതാക്കൾ മുഖ്യമന്ത്രി നേരിട്ടെത്തി സന്ദർശിച്ചതിനെയും ന്യായീകരിക്കാൻ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. തീർച്ചയായും സിജു, ഹിന്ദു ഐക്യ വേദിയുടെ നേതാക്കൾ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് താൻ കാണണമെന്ന് പറഞ്ഞത്. താൻ അത് ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, സ്വാഭാവികമായി മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് പലരും തന്നെ കാണണമെന്ന് ആഗ്രഹിക്കും. അതിൻ്റെ ഭാഗമായി കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി അവിടെ വന്ന് കാണാനുള്ള അനുമതിയാണ് നൽകിയത്. അതൊരു രഹസ്യമായിട്ടുള്ളൊരു സന്ദർശനമല്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് അത് സംബന്ധിച്ച് അദ്ദേഹം നൽകിയത്. ഒപ്പം തന്നെ ഈ സുകുമാരൻ നായർ കാണാൻ ആവശ്യപ്പെട്ടവരെ ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം മറുപടി പറഞ്ഞു. സുകുമാരൻ നായരോട് വളരെ കാര്യമായി സംസാരിച്ചു. കാണാമെന്ന് ഈ സുകുമാരൻ നായരോട് നേരിട്ട് ഫോണിൽ പറഞ്ഞിരുന്നു. NSS നേതാക്കളെ കാണാൻ ശ്രമിച്ചിട്ടും അനുവദിച്ചില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആരോപണം തെറ്റാണ്. വിളിച്ചത് ബഡ്ജറ്റിന് തിരക്കുള്ള സമയത്തായതുകൊണ്ടാണ്. സുകുമാരൻ നായരുമായി പിന്നീട് ഫോണിൽ സംസാരിച്ചു. അവർക്ക് കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. കാണാമെന്ന മറുപടി നൽകി എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. മറ്റ് ഈ പറയുന്ന കാര്യങ്ങൾ താൻ നേരിട്ട് അറിഞ്ഞതല്ല, മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തതായി നിങ്ങൾ പറയുന്നതാണ്. മറ്റ് വിവാദങ്ങളെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല. ആറന്മുള വിമാനത്താവളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വിവാദം കത്തിപ്പടരുന്നുണ്ട്. അത് സംബന്ധിച്ച് ആറന്മുള വിമാനത്താവളം എന്ന ഒരു ആലോചനയെക്കുറിച്ച് പോലും സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല. അങ്ങനെ ഒരു ആലോചന പോലും ആ സർക്കാരിൻ്റെ കൈവശമില്ല എന്നും പറഞ്ഞു. ഒപ്പമാണ് ഇത്തരം വിവാദ വിഷയങ്ങളിൽ കൂടി മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നേരത്തെ സഭയ്ക്കകത്ത് എടുത്ത പല നിലപാടുകളെ സംബന്ധിച്ചും രണ്ടാമത് ബഡ്ജറ്റ് സമ്മേളനത്തിന് ശേഷവും രണ്ടാമത് അദ്ദേഹത്തിന് പല കാര്യങ്ങളിൽ യു-ടേൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ചും സമാനമായ സ്ഥിതി തുടരുന്നുണ്ട്. ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് കഴിഞ്ഞ ഈ പറഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എടുത്ത ഏറ്റവും
പ്രധാനപ്പെട്ട വിവാദമായ തീരുമാനമായിരുന്നു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാനുള്ള തീരുമാനം. അതിൽ പ്രത്യേകിച്ച് മന്ത്രിസഭ ഉപസമിതിയെ തീരുമാനിച്ചിരുന്നു. ആ ഉപസമിതി കഴിഞ്ഞ ഒരു മാസത്തിന് ഉള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ക്യാബിനറ്റിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ആ തുടർ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു സർക്കാർ തീരുമാനിച്ചത്. അത് തന്നെയായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ഇന്ന് തന്നെ മാധ്യമപ്രവർത്തകർ അതേ ചോദ്യം ചോദിച്ചു. ഇന്നത്തെ ക്യാബിനറ്റിൽ ആ വിഷയം റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും തുടർന്ന് സർക്കാർ തീരുമാനമെടുക്കുമെന്നും കരുതിയിരുന്നു. പക്ഷേ റിപ്പോർട്ട് ഇന്നത്തെ ക്യാബിനറ്റ് വന്നിട്ടില്ല. അടുത്ത ക്യാബിനറ്റ് റിപ്പോർട്ട് വരും. ആ നിലയ്ക്ക് അതിന്റെ തീരുമാനം ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. സിജു.